മൊയ്തീനെ ആ ചെറിയ സ്പാനറിങ് എടുത്തേ എന്ന് കുതിരവട്ടം പപ്പു പറയുന്ന ഒരു സിനിമ വെള്ളാനകളുടെ നാട് നമ്മൾ കണ്ടതാണ്. അപ്പോൾ മൊയ്തീനെ കൊണ്ട് സ്പാനർ എടുപ്പിക്കുക, ഓരോന്നങ്ങ് പറയാം. മൊയ്തീനെ നിങ്ങൾ അതിൻ്റെ ആ ഗിയർ ബോക്സ് അങ്ങ് കഴിച്ചേ. അപ്പോൾ അതോടുകൂടി വെപ്രാളമായി മോഹൻലാലിന്. അപ്പോൾ ഈ രീതിയിൽ മൊയ്തീനെ കൊണ്ട് ഓരോന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന നമ്മൾ കണ്ടു. ഇപ്പോൾ ഇതേപോലൊരു മൊയ്തീനെ കൊണ്ടൊരു പരിപാടി നമ്മുടെ സഖാവ് MP ഗോവിന്ദൻ ചെയ്യിപ്പിച്ചു. അത് വളരെ വൈറലായിട്ട് മാറി ആ ഇടപാട്. ഒരു 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു മനുഷ്യനാണ്. കാരണം 85 ഞാൻ പറയാൻ കാരണം സംസാരിക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടാണ്. ഒരു വയോധികനായിട്ടുള്ള ഒരു മനുഷ്യൻ. അയാളെ ഈ MP ഗോവിന്ദൻ നയിക്കുന്ന പ്രചരണ ജാഥയുണ്ടല്ലോ, അദ്ദേഹം നയിക്കുന്ന ജാഥ കോഴിക്കോട് എത്തിയപ്പോൾ ഈ സർക്കാർ വാർദ്ധക്യകാല പെൻഷൻ ഒക്കെ കൂട്ടിക്കൊടുത്തല്ലോ, അത് കാണിക്കുന്നതിന് വേണ്ടി നേരെ ഈ മൊയ്തീനെ കൊണ്ടുവന്ന് ഈ സ്റ്റേജിൽ കയറ്റിച്ചു. അപ്പോൾ MP ഗോവിന്ദൻ അവിടെ സഖാവ് MP ഗോവിന്ദൻ നിൽക്കുന്ന ആ സ്റ്റേജിലോട്ട് കയറ്റിവിട്ടു. എന്നിട്ട് ഈ പാവം ആ കയ്യിരുന്ന പൈസ കുറച്ച് 100 രൂപ നോട്ടുകളും അതുപോലെ ഏതാണ്ട് 50 രൂപ അങ്ങനെയൊക്കെയുള്ള നോട്ടുകളും ഒരു 500 രൂപ നോട്ടോ ഇതുപോലൊക്കെ ഉള്ളതെല്ലാം കൂടെ ചുരുട്ടിയെടുത്ത് MP ഗോവിന്ദൻ്റെ കൊടുത്തു. കാരണം ഇത് ഇങ്ങനെ കിട്ടിയതാണ്, പക്ഷെ അത് പാർട്ടിക്ക് സംഭാവന കൊടുക്കുകയാണ്, ഈ പ്രചരണ ജാഥയ്ക്ക്. ഉടനെ അത് വാങ്ങി നോക്കിയിട്ട് MP ഗോവിന്ദൻ നോക്കിയിട്ട് അത് പാർട്ടിക്ക് ഇതെങ്ങനെ കിട്ടി, പൈസ എനിക്ക് ഇങ്ങനെ കിട്ടി, നല്ല പരസ്യമല്ലേ സർക്കാരിന്, ഇങ്ങനെ കിട്ടിയ പൈസയാണ്, സർക്കാർ തന്ന പൈസയാ, ആന്ന് സന്തോഷം ആന്ന്. അപ്പോൾ ഞാനത് ശരി, ഇത് നിങ്ങൾ തന്നെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഈ മൊയ്തീൻ്റെ പോക്കറ്റിൽ ഇട്ട് കൊടുക്കുന്നു MP ഗോവിന്ദൻ. എന്ത് രസകരമായ കാര്യം നമ്മൾ നോക്കിക്കോളൂ. ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമാണ്. പക്ഷെ ഈ പ്രായമുള്ള ഒരു മനുഷ്യനെ ഇതേപോലെ ഇത് അഭിനയിപ്പിക്കാൻ അദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിഞ്ഞൂടാ. അഭിനയിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പഠിപ്പിച്ചതാണെങ്കിൽ എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഒന്നും അറിയാൻ വയ്യാത്തൊരു മനുഷ്യനാണ്, അങ്ങേരെ കൊണ്ട് ഇതുപോലെ ചെയ്യിപ്പിക്കുക. അപ്പൊ പിന്നെ ആ സംഭവം വെളിയിലേക്ക് വരുന്നത്, ഈ മൊയ്തീൻ ഇറങ്ങി ആളുകൾ കണ്ട് ചോദിച്ചവരടുത്തെല്ലാം ഇതിങ്ങനെ കൊടുക്കാം, ചോദിച്ചവരടുത്തെല്ലാം പറഞ്ഞു. അപ്പോൾ എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചതാ കേട്ടോ, അവർ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാ. നിങ്ങൾ ഈ പണം ഓന് കൊടുക്ക്, ഓനത് നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരും. അങ്ങനെ തിരിച്ചു തരുമെന്നുള്ള നല്ല വിശ്വാസത്തിലാണ് ഈ മൊയ്തീൻ ഇത് കൊടുക്കുന്നത്. അപ്പോൾ മൊയ്തീൻ ഇത് കൊടുത്തത് നല്ല രസകരമായ കാര്യമായിപ്പോയി. ഇപ്പോൾ സഖാക്കൾ തന്നെ ചോദിക്കുന്ന ഒരു കാര്യം, ഈ മൊയ്തീനെ പോലുള്ള ഒരാളെ കൊണ്ട് തന്നെ വേണമായിരുന്നോ ഈ നാടകം എന്നുള്ളതാണ്. എന്നുവെച്ചാൽ കുറച്ച് കഴിവുള്ള ആളുകളെ, എന്തെങ്കിലും കള്ളത്തരം കാണിക്കാൻ പറ്റിയ ആളുകൾ വേണമായിരുന്നല്ലോ, അങ്ങനെയുള്ളവരടുത്താണ് കൊണ്ട് പോരായിരുന്നു ഇങ്ങനെ ചെയ്യിപ്പിക്കാൻ എന്നുള്ളതാണ്. മൊയ്തീൻ ഇപ്പോഴും ചോദിക്കുന്നവർ പറയുന്നത് എന്താണെന്നറിയാം, എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ, നിങ്ങൾ കൊടുക്ക്, കൊടുക്ക്, ഓനത് നിങ്ങൾക്ക് എന്നെ തിരിച്ചിങ്ങി തരും. ഞാൻ കൊടുത്തു, എനിക്ക് തിരിച്ചും കിട്ടി, അത് വലിയ സന്തോഷം പുള്ളിക്ക് അത് തിരിച്ചു കിട്ടിയത്. കാര്യം ഇത് പുള്ളിയെ പേടിപ്പിച്ച് ഈ സ്റ്റേജിൽ കയറ്റി ഇതുവരെ കൊടുക്കാൻ പറഞ്ഞു, അതിങ്ങ് തിരിച്ചു തരുമെന്നും പറഞ്ഞു. അപ്പൊ പിന്നെ ഇത് ഇങ്ങനെ എന്തിനാ ചെയ്യാൻ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ഒരു പ്രശസ്തിക്ക് വേണ്ടി ചെയ്തതാ ആ പുള്ളി, അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തിക്ക്. പക്ഷെ എനിക്കിപ്പോ പ്രശസ്തി ഒന്നും വേണ്ട എന്നും പറയുന്നുണ്ട്. ഒരു പാവം മനുഷ്യൻ. ഇപ്പൊ ഇത്രയും ശുദ്ധനായ മൊയ്തീനെ കൊണ്ട് വേണമായിരുന്നോ ഇത് ചെയ്യിപ്പിക്കാനെന്നാണ് ഇപ്പോൾ എല്ലാവരുടെയും ചോദ്യം കേട്ടോ. ഇതിനകത്ത് വളരെ നാണക്കേടായിപ്പോയി. വല്ല കാര്യമുണ്ടോ ഇതുപോലൊരു പരസ്യം ഒപ്പിക്കാൻ? അത് എത്രയോ പേരെ റോഡ് വഴി നിങ്ങൾക്ക് കിട്ടും. അതാണ്ട് ഇവിടെ മുട്ടുവേദനയെന്നും പറഞ്ഞുകൊണ്ട് ഓരോ പരസ്യം കൊടുക്കും, നമ്മൾ കണ്ടിട്ടില്ലയോ? എനിക്ക് കൊച്ചുനാൾ പോലെ എൻ്റെ മുട്ടങ്ങ് വേദനയായിരുന്നു, എൻ്റെ മുട്ട് അങ്ങ് മേടി കയറി പോയി. പക്ഷെ ഇപ്പം ഞാൻ ഇന്നത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മുട്ട് താഴെ ഇറങ്ങുമെന്ന്, എനിക്കിപ്പോൾ നടക്കാം, പുരയിടത്തിലെ ജോലി ചെയ്യാം, കയറ്റം കയറാം, പഞ്ചായത്ത് മെമ്പറായിട്ടിരിക്കുക എന്നൊക്കെ പറയും, നമ്മൾ കേട്ടല്ലേ എന്ന് പറഞ്ഞതുപോലെ. അങ്ങനെ കള്ളത്തരം പറയാൻ അറിയാവുന്ന ആളുകളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചാൽ മനസ്സിലാവും. അങ്ങനെ കിട്ടുമല്ലോ.
എന്തെങ്കിലും അവർക്ക് ചില്ലറ കൊടുക്കണമെന്നുള്ളേ ഉള്ളൂ, അവർ പരസ്യമൊക്കെ തരും. പക്ഷെ ഈ പാവപ്പെട്ട മൊയ്തീനെ തന്നെ പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്തായാലും ശരി, മൊയ്തീൻ ഇതേപോലെ ഉള്ള കാര്യം അങ്ങ് തുറന്നു പറഞ്ഞു. അത് അവിടുത്തെ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് പതുക്കെ ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് ഈ മൊയ്തീൻ ഈ പൈസ ഇത് മുഴുവൻ ഉണ്ടോന്ന് എണ്ണി നോക്കണ്ടേ, അങ്ങനെ ഈ രൂപ ഇരുന്ന് എണ്ണുന്ന്. അപ്പൊ എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു. ആ നാട്ടുകാരൻ തന്നെ അയാള് ചോദിച്ചപ്പോൾ പറഞ്ഞ അത് ഇതുപോലെ ഇന്നതാ സംഭവം എന്ന് പറഞ്ഞു കൊടുത്തു. അയാള് ഇത് ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മൊബൈൽ ഫോണിൽ എടുത്തു. ഈ ചോദിച്ചെല്ലാം മൊയ്തീൻ അതേപോലെ കിളിയായിട്ട് നല്ലതായിട്ട് ഉത്തരം പറഞ്ഞു. നല്ല നീറ്റായിട്ട് മണിയായിട്ട് പറഞ്ഞു കൊടുത്തു. ഇന്നതുപോലെയാണ് എൻ്റെ അടുത്ത് പണം കൊടുക്കാൻ പറഞ്ഞു, എന്നെ കൊണ്ട് പറഞ്ഞ് ഏൽപ്പിച്ചതാ, ഞാൻ പണം കൊടുക്കുമ്പോൾ അത് തിരിച്ചു തരുമെന്നുള്ള ഉറപ്പുണ്ട്, അതുകൊണ്ടാണ് കൊടുത്തത് എന്ന് തരുമെന്ന് വിചാരിച്ചു. ഞാൻ കൊടുത്തു, എനിക്ക് കിട്ടി. ആ കിട്ടി എന്നുള്ളതിനാണ് പുള്ളിയുടെ സന്തോഷം. ഈ കിട്ടിയത് മൊത്തം ഉണ്ടെന്നുള്ളതാണ് അവിടെ വന്നിരുന്ന് ഇങ്ങനെ പതുക്കെ എണ്ണുന്നത്. അതാ കാര്യം. അപ്പം നാട്ടുകാരൊക്കെ അയാളെ ഇപ്പോൾ സഹായിക്കുമായിരുന്നെന്ന്, ഇങ്ങനെ ഈ പൈസയൊക്കെ കൊടുക്കാൻ. അയാൾക്ക് ജോലിയൊന്നും ഉള്ള ആളല്ല, അത്രയും പ്രായമുണ്ട് ഈ മനുഷ്യന്, തലയിൽ ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് അയാൾ പൈസ ഇപ്പോൾ മറ്റേ ആ കോൺഗ്രസ് പ്രവർത്തകൻ ഇപ്പോൾ പറയുന്നത് എന്തോന്നറിയോ, ഇനിയിപ്പോൾ നാട്ടുകാരൊന്നും അയാൾക്കൊന്നും കൊടുക്കത്തില്ല ഇനി ആരും. കാര്യം ഇയാളെ കൈ പൈസ ഉള്ളതുകൊണ്ടല്ലേ പാർട്ടിക്ക് കൊണ്ട് കൊടുത്ത കാശ്, പിന്നെ ഇയാൾക്ക് സഹായത്തിൻ്റെ ആവശ്യം എന്താ എന്നാണ് ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നത്. എല്ലാവരും രാഷ്ട്രീയം ഒക്കെ ഒന്നും ഇല്ലാതെ തന്നെയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നതെന്നും. പുള്ളി പണ്ട് ജനതാ പാർട്ടിയിലുള്ള ആളായിരുന്നു ഈ മൊയ്തീൻ. ഇപ്പോൾ അയാൾ അതും കഴിഞ്ഞ് കുറേ ആൾ കോൺഗ്രസിൻ്റെ കൂടെ ആയിരുന്നു, ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ കൂടെ ആണെന്നും ഒക്കെ മറ്റേ ആ കോൺഗ്രസ് പ്രവർത്തകൻ ഇരുന്ന് പറയുന്നത് കേട്ടു. എന്തായാലും ശരി, ഒരു പാവപ്പെട്ടവന് ഉപജീവന മാർഗം ഇല്ലാതാക്കി. അയാൾക്ക് എന്തെങ്കിലും നാട്ടുകാർ കൊടുത്ത് കഴിഞ്ഞുകൊണ്ടിരുന്നതാണ് അയാൾ. ഇനി ആരും ഒന്നും കൊടുക്കത്തില്ല, കാരണം ഇയാൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ഇയാൾ പാർട്ടിക്ക് കൊണ്ട് കൊടുത്തല്ലേ പൈസ, അങ്ങനെയുള്ളവന് എന്തിനാ കൊടുക്കുന്നേ കാശ് എന്നുള്ള ഒരു ധാരണയിൽ ആളുകളൊന്നും ഇപ്പോൾ സഹായ കൊടുപ്പങ്ങ് നിർത്തി എന്നാണ് ആ കോൺഗ്രസ്സുകാരൻ പറഞ്ഞത്. പാവം ആ മൊയ്തീൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഏതാണ്ട് 90 വയസ്സിനടുത്ത് പ്രായമുള്ള ആളാണ് കേട്ടോ, അത് അത്രത്തോളം പ്രായമുണ്ട്. വയ്യ നടക്കാൻ, അങ്ങേരെ ചുമന്ന സ്റ്റേജിൽ കയറ്റിയതാണ്, കൊണ്ടുപോയേക്കാണ്. ഈ നാണക്കേട് ഉണ്ടാക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഇവിടെ ഇങ്ങനെ പെൻഷൻ കൊടുക്കുന്നു, പിന്നെ ആ പെൻഷൻ കൂടുതൽ കൊടുത്തു, അതൊക്കെ ശരി, അതൊക്കെ പരിസ്ഥിതിയായ കാര്യമല്ലേ. അത് ഇങ്ങനെ എല്ലാവരെയും കൊണ്ട് പറയിപ്പിച്ച് കയറി കണ്ടോ സർക്കാർ ഇങ്ങനെ മറ്റേത് അങ്ങനെയാണ്. നല്ല സർക്കാരാണ്, ഏതായാലും കൊള്ളാം, നന്നായി.